എനിക്ക് വയലു പറയാനൊന്നും അറിയത്തില്ല. ഒരുപാട് ഉസ്താദന്മാരിയ്ക്കുന്നുണ്ട്. നിങ്ങൾ അധികം പേരും പ്രായമുള്ളവരാ. എനിക്ക് 10-38 വയസ്സുണ്ടെങ്കിലും ഇത്തിരി പക്വത കുറവാ. അതെന്റെ സംസാരം കേൾക്കുമ്പോൾ തന്നെ എനിക്ക് അറിയാമല്ലോ. അപ്പൊ ഇത് മൈക്കിന്റെ മുമ്പിൽ എൻ്റെ ഭാര്യ തന്നെ എന്നോട് ചോദിക്കും, ഇക്കാക്ക് മൈക്കിന്റെ മുമ്പിൽ കയറുമ്പോൾ വല്ല ജിന്നും കൂടുവോന്ന്. അപ്പൊ അതാണ് വയല്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ആരെങ്കിലും മനസ്സിന് വേദന ഉണ്ടാക്കണ എന്തെങ്കിലും എൻ്റെ സംസാരത്തിൽ വന്നു പോയാൽ പൊരുത്തപ്പെട്ടേക്കണം. അള്ളാഹു പൊരുത്തരുമാറാകട്ടെ. പൊരുത്തപ്പെടൂല്ലേ? പൊരുത്തപ്പെടൂല്ലേ? ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താണെന്നറിയാമോ? നോക്കാടാ സിറാജേ. എനിക്ക് പൊരുത്തം തരുമെന്ന് ചോദിക്കും, പറയാ നോക്കാന്ന്. അത് വല്ലാത്ത മറുപടിയാണോ? ഇൻഷാ അല്ലാഹ് വേണ്ട, പൊരുത്തപ്പെടില്ലേ? അള്ളാഹു നമ്മുടെ പാവങ്ങളൊക്കെ പൊരുത്തരുമാറാകട്ടെ. അള്ളാഹു മരിക്കുന്നതിന് മുമ്പ് ഹജ്ജ് ഉംറയൊക്കെ ചെയ്യാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. കൊണ്ട് സ്വഹാബത്ത് മുഴുവനും നബിതങ്ങളുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോ നബിതങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുന്ന ഒരു എളുപ്പ വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അള്ളാന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയുന്ന ഒരു എളുപ്പ വഴി പറഞ്ഞു തരട്ടെയോ? സ്വഹാബത്ത് പറയുന്നു, ബലായ റസൂലല്ലാഹ്, അള്ളാന്റെ നബിയെ, എന്താ നബിയെ, ഒന്ന് പറഞ്ഞതാ നബിയെ, സ്വർഗത്തിലേക്ക് എളുപ്പത്തിൽ പോകാൻ കഴിയുന്ന വഴി എന്താ? നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകണോ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിങ്ങൾ വയല് കഴിഞ്ഞ് തിരിച്ച് നിങ്ങളുടെ വീടുകളിലേക്ക് പോകുമ്പോ ആ നടന്നു പോകുന്ന വഴിയിൽ ഒരു കല്ല് കിടക്കുന്നു. നടന്നു പോകുന്നവർക്ക് ഉപദ്രവമായി ഒരു കമ്പ് കിടക്കുന്നു, ഒരു കുപ്പിച്ചില്ല് കിടക്കുന്നു. ആ നടന്നു പോകുന്ന വഴിയിൽ കിടക്കുന്ന ആ കല്ല് നീ എടുത്തു മാറ്റിയാൽ നിനക്ക് സ്വർഗത്തിലേക്ക് എളുപ്പത്തിൽ പോകാൻ കഴിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എളുപ്പം സ്വർഗത്തിൽ പോകാൻ കഴിയുന്ന ഒരു അമലാണ് എന്റെ പ്രിയപ്പെട്ടവരെ. ജനങ്ങൾക്ക് തടസ്സമായി കിടക്കുന്ന വഴിയിൽ കിടക്കുന്ന കമ്പും കല്ലും എടുത്തു മാറ്റുക. സഹാബത്തിന് വല്ലാത്ത സന്തോഷമായി. നിബിതങ്ങളുടെ രണ്ടാമത്തെ ചോദ്യം, നരകത്തിലേക്ക് പോകുന്ന ഒരു എളുപ്പ വഴി പറഞ്ഞു തരട്ടെ? അള്ളാഹുവിന്റെ നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുന്ന, ഉയരമുള്ള സ്ഥലത്ത് നിന്നൊരു കല്ലെടുത്ത് താഴേക്കിട്ടാൽ അത് എത്ര സ്പീഡിൽ താഴെ വന്നു വീഴുമോ, ഇതുപോലെ നരകത്തിലേക്ക് വീണു പോകുന്ന ഒരു പാപത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ നബിതങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുന്നു, എന്താണ് നബിയേ ആ നരകത്തിലേക്ക് വീണു പോകുന്ന ഒരു പാപം ഏതാണെന്ന് നബിതങ്ങൾ ചോദിക്കും. നബിതങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ഏതാണ് ആ പാപമെന്നറിയുമോ? പടച്ചവനെ, നമ്മൾ വിചാരിക്കും കള്ള് കുടിക്കുന്നവരായിരിക്കും, വ്യഭിചരിക്കുന്നവരായിരിക്കും, നിസ്കരിക്കാത്തവരായിരിക്കും, പലിശ തിന്നുന്നവരായിരിക്കും, അവർക്കായിരിക്കും അള്ളാഹു പടച്ചവനെ നരകത്തിലേക്ക് പെട്ടെന്ന് പോകുന്ന ഒരു പാപം അതായിരിക്കുമെന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, അത് മാത്രമല്ല, അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ 114 സൂറത്തുകളുണ്ടല്ലോ, 6600 പരം വരുന്ന ആയത്തുകൾ ഉണ്ടല്ലോ. ആ വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുകളും ആയത്തുകളും ഞാനും നിങ്ങളും ഒരുപാട് പഠിച്ചവരാണ്. മദ്രസയിൽ പഠിക്കുന്ന കാലത്ത് ഉസ്താദന്മാര് ഒരുപാട് സൂറത്തുകൾ പഠിപ്പിച്ചു തന്നു. 30ാമത്തെ ജുസുവ്, അതുപോലെ സൂറത്തു യാസീൻ പഠിച്ചവരാ, റഹ്മാൻ പഠിച്ചവരാ, ബാഖിയ പഠിച്ചവരാ, ആയത്തുൽ കുർസി പഠിച്ചവരാണ്, ആമനർ റസൂൽ പഠിച്ചവരാണ്, ശിഫാഇന്റെ ആയത്തുകൾ പഠിച്ചവരാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരുപാട് സൂറത്തുകളും ഒരുപാട് ആയത്തുകളും പഠിച്ചവരാണല്ലോ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്താകട്ടെ, ഒരായത്താകട്ടെ, അത് ഏതെങ്കിലും ഒരു മനുഷ്യന് പഠിച്ചിട്ട് മറന്നു കളഞ്ഞ അവൻ നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിച്ചിട്ട് മറന്നു കളഞ്ഞാൽ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിച്ചിട്ട് മറന്നു കളഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, അവന് നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുമെന്ന് നബി തങ്ങൾ അവിടെന്ന് പഠിപ്പിക്കുമ്പോ ഈ വഅദ കേൾക്കാമെന്നിരിക്കുന്ന ആണുങ്ങളോട് പെണ്ണുങ്ങളോട് ചോദിക്കുകയാ,
എത്രയോ സൂറത്തുകൾ പഠിച്ചവരാണ്, എത്രയോ ആയത്തുകൾ പഠിച്ചവരാണ്. ഈ പഠിച്ച സൂറത്തുകളൊക്കെ ഓർമ്മയുണ്ടോ ബാപ്പാ? ഓർമ്മയുണ്ടോ പെങ്ങള്? അല്ലാഹുവേ, ഞാനും നിങ്ങളും ഒരുപാട് സൂറത്തുകൾ പഠിച്ചവരാണ്, ഒരുപാട് ആയത്തുകൾ പഠിച്ചവരാണ്. ഈ പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോ? ഓതിയെടുക്കാൻ സമയമില്ലല്ലോ, ഓതിയെടുക്കാൻ സമയമില്ലല്ലോ. കാരണം അത് ഖുർആനല്ലേ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ അർത്ഥമെന്താ? അതിന്റെ പവിത്രത എന്താ? അതിന്റെ സ്ഥാനം എന്താ? നമുക്കറിയില്ലടോ. നമുക്കൊക്കെ നിസാരമായി പോയല്ലോ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വീട്ടിൽ ആരെങ്കിലും മരിക്കുന്ന സമയത്ത് എടുക്കാനുള്ള ഒരു ഗ്രന്ഥമായി അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ മാറിയിരിക്കുകയാ. വിശുദ്ധമായ റമദാനിന്റെ 27-ാം രാവിലെ എടുക്കാനുള്ള ഒരു ഗ്രന്ഥമായി പരിശുദ്ധമായ ഖുർആൻ മാറിയിരിക്കുകയാണ്. പടച്ചവനെ ആദരിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല. അതിന്റെ സ്ഥാനം എന്താണെന്ന് പോലും നമുക്ക് മനസ്സിലാകുന്നില്ല. എങ്കിലും പേടിക്കണേ ചെറുപ്പക്കാരാ, പെങ്ങളെ വല്ലാതെ പേടിക്കണം പൊന്നുമോള്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ മഹത്വം നിനക്കറിയാതെട്ടാ. ആടും തെരവും നോക്കിയിട്ട് വേണം കളിക്കാൻ. ആ ഖുർആനിനെ കുറിച്ച് നീ പഠിക്കണേ. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഞാനും നിങ്ങളും പരിഗണിക്കാത്ത ഖുർആൻ ഉണ്ടല്ലോ. ആ ഖുർആൻ എങ്ങാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലയുടെ മുകളിലാണ് ഇറക്കിയിരുന്നതെങ്കിൽ പേടിച്ചു പറച്ചുകൊണ്ട് ആ ഖുർആൻ ഇറങ്ങിയ മല പോലും അവിടെ നിന്ന് ധൂളികളായി പോകുമായിരുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുമ്പോ പഠിച്ചിട്ട് മറന്നു കളയുന്നത് വല്ലാത്ത പാപമാടാ ചെറുപ്പക്കാരാ. അത് ഹാഫിളാണെങ്കിലും ആലിമാണെങ്കിലും ആരുമാണെങ്കിലും ഖുർആൻ മുഴുവനുമാകട്ടെ അല്ലെങ്കിൽ കുറച്ച് സൂറത്തുകളാകട്ടെ ഒരായത്താകട്ടെ പഠിച്ചിട്ട് മറന്നു കളഞ്ഞ നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുമെന്ന് നിബിധങ്ങൾ അവിടെന്ന് പഠിപ്പിക്കുമ്പോ ഈ സദസ്സിലിരിക്കുന്ന പ്രായമുള്ള വാപ്പ ചിന്തിക്കുകയാണ്, എനിക്ക് ഓതാനറിയില്ല, ഞാൻ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് പടച്ചവനെ ഞാൻ രക്ഷപ്പെട്ടു പോകുമെന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ സഹോദര, ഖുർആൻ പഠിച്ചവന്റെ കഥയല്ല, ഖുർആൻ മറന്നവന്റെ കഥയല്ല, ഖുർആൻ പാരായണം ചെയ്യാത്തവന്റെ കഥയല്ല. ഈ വഅദ് കേൾക്കാമെന്നിരിക്കുന്ന ചെവി കേൾക്കുന്ന ഏത് മുസ്ലിമും അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ആയത്തുകൾ കേൾക്കുന്നവരാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഖുർആൻ കേട്ടവരുണ്ടല്ലോ. നിന്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എനിക്ക് മുമ്പ് വഅദ് പറഞ്ഞ ഉസ്താദന്മാര് പരിശുദ്ധമായ ഖുർആൻ ഓതിത്തന്നല്ലോ. ഒരായത്തെങ്കിലും കേട്ടോ? ഖുർആനിലെ ഒരായത്തെങ്കിലും കേട്ടോ? പരിഗണിച്ചിട്ടുണ്ടോ? കൊടുക്കേണ്ട സ്ഥാനം കൊടുത്തിട്ടുണ്ടോ? ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയാനുള്ളതല്ല അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അത് കളയാനുള്ളതല്ലടാ ചെറുപ്പക്കാരാ. നിനക്ക് മാർഗദർശനമായിട്ട് അല്ലാഹു ഇറക്കി തന്ന ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആൻ. അത് അല്ലാഹുവിന്റെ കലാമാ, അത് പടച്ച റബ്ബിന്റെ കലാമാ. ആ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് പരിഗണിക്കാത്ത ചെറുപ്പക്കാരാ, പരിഗണിക്കാത്ത ഉമ്മമാരെ, അല്ലാഹു നിങ്ങൾക്ക് 10 ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. പരിശുദ്ധമായ ഖുർആനിലെ ഒരുപാട് സൂറത്തുകളും ഒരുപാട് ആയത്തുകളും നമ്മൾ പഠിച്ചവരാ. ഓർമ്മയുണ്ടോ? എന്തോ ഓർമ്മ. എന്റെ വാപ്പാനോട് ചോദിക്കുന്ന, വാപ്പ നീ ഖുർആനിൽ ഒരുപാട് സൂറത്തുകൾ ഒരുപാട് ആയത്തുകൾ നീ പഠിച്ചവനാ, നിനക്ക് ഓർമ്മയുണ്ടോ? നിനക്ക് ഇപ്പോഴും മാനസമൈനെ പാടാൻ അറിയാലോ. ബാത്റൂമിൽ കയറുമ്പോ ആ ചെമ്മീനിലെ പാട്ടല്ലേ എപ്പോഴും പാടുന്നേ? എത്രയോ വർഷം മുമ്പുള്ള പാട്ടുകൾ വരെ നിനക്ക് ഓർമ്മയുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ നീ പഠിച്ച ആയത്ത് നീ ഇങ്ങനെ സക്കറാത്തിന്റെ വലിക്ക. ഇതൊക്കെ ഓതാനും നോക്കാനൊന്നും സമയമില്ല. ഒന്ന് ഓതി നോക്കാൻ സമയം കാണിക്കുന്നില്ല, മറന്നുകൊണ്ട് നടക്കുകയാ. അത് മരിച്ചാൽ ഓതാനുള്ള ഗ്രന്ഥമായി ഖുർആൻ മാറി. നരകത്തിലേക്ക് പെട്ടെന്ന് പോകുന്ന ഒരു പാപമാണ് ഖുർആൻ പഠിച്ചിട്ട് മറന്നു കളയൽ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഖുർആൻ പഠിക്കുന്നതും ഓതുന്നതൊക്കെ പോകട്ടെ, ഞാൻ അതിനെ കുറിച്ചല്ല പറയുന്നത്.
ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഖുർആൻ കേട്ടിട്ടുണ്ടോ? ഒന്ന് കൈവക്കിക്കേ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഖുർആൻ കേട്ടിട്ടുള്ളവരൊന്ന് കൈവക്കിക്കേ. കള്ളം പറയരുത്, പൊക്കണമെങ്കിൽ നല്ലതുപോലെ പൊക്കിക്കോ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഖുർആൻ താത്താമാരൊന്നും കേട്ടിട്ടില്ലേ? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരായത്തെങ്കിലും ഓതുന്നത് കേട്ടവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. അള്ളാഹുവെ, ഈ കൈപൊക്കിയവരെ ഖുർആൻ തന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകണേ അല്ലാഹ്. അള്ളാഹുവെ, ഈ കൈപൊക്കിയവര് പടച്ചവനെ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞ് വെള്ളിയാഴ്ച ദിവസം മരിക്കാനുള്ള ഭാഗ്യം കൊടുക്കണേ പടച്ചവനെ. നാളെ പരലോകത്ത് വരുമ്പോ ഖുർആൻ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന വിഭാഗത്തിൽ ഈ കൈപൊക്കിയവരെ നീ പെടുത്തണേ റഹ്മാനെ. ആ കൈപൊക്കാത്തവനെ നീ കാത്തുകൊള്ളണേ അല്ലാഹ്. ആ കൈപൊക്കാത്തവനെ നിനക്ക് സ്വർഗം കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ ഞാൻ മലക്കൊന്നും അല്ലടോ, ഞാൻ മനുഷ്യനാ. ഒന്നുകൂടെ കൈപൊക്കിക്കേ ഖുർആൻ കേട്ടവരൊക്കെ. നീ കാലും പൊക്കുമെന്ന് എനിക്കറിയാം. ഇപ്പൊ വേണമെങ്കിൽ കാലും പൊക്കും, അതങ്ങനെ. ചില മക്കളോട് വാപ്പ പറയാ, അതിങ്ങ് എടുത്തിട്ട് വാടാ, എടാ പോയി എടുത്തിട്ട് വാടാ, ഒരെണ്ണം കൊടുത്തിട്ട് പോയി എടുത്തിട്ട് വാടാന്ന് പറഞ്ഞാൽ ഓടിപ്പോയി എടുത്തിട്ട് വരും. ചിലർക്ക് അങ്ങനെ ഒന്ന് കിട്ടിയാലേ നേരെയാകത്തുള്ളൂ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ചിലതിനെ പിന്നെ കിട്ടിയിട്ടും കാര്യമില്ല. ചിലതിന് പിന്നെ ഒന്ന് കൊടുത്താലും അവൻ അത് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് കയ്യൊക്കെ താഴ്ത്തിയിടാൻ മക്കളെ, നിങ്ങൾ ഇന്നിങ്ങനെ പൊക്കി പിടിച്ചോണ്ടിരിക്കാൻ പറഞ്ഞല്ല. അല്ലാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് ഞാൻ 4 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. 2 കൈയിലും ട്രിപ്പൊക്കെ അടിച്ചിട്ട് സത്യം പറഞ്ഞ ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു വിട്ടതാ. എന്ത് റെസ്റ്റ്? സംഘാടകരോട് പറഞ്ഞ അവര് പറയും മരിച്ചാ ഒന്ന് മയ്യത്ത് കയറ്റി വെച്ചിട്ട് പോകാൻ പറയണല്ലോ. അവര് പറയും ഉസ്താദ് ഒന്ന് വന്നിട്ട് പോകാം. നാളെ 1 ദിവസം കൂടെ എനിക്ക് വയലുണ്ട്, അത് കഴിഞ്ഞാൽ ഒരു 3 ദിവസം ഫ്രീ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എങ്ങനെങ്കിലും ഒന്ന് തട്ടിമുട്ടി ഒന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമുക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് പരിഗണിക്കാത്ത ഒരു മനുഷ്യന് അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ എന്താ? ഈ സദസ്സിലിരിക്കുന്ന ചില വാപ്പമാര്, ചില മക്കളുടെ പരാതി ഉസ്താദിനെ കാണുമ്പോ പറയും, ഉസ്താദെ എന്റെ വാപ്പായിക്ക് 40 വയസ്സായി, 45 വയസ്സായി, 50 വയസ്സായി, ഉപ്പയുടെ മുടിയെല്ലാം നരച്ചു, ഉപ്പയ്ക്ക് ഒരുപാട് രോഗങ്ങളുണ്ട്, പക്ഷെ എന്റെ വാപ്പ നന്നാകുന്നില്ല ഉസ്താദെ, കള്ളു കുടിക്കുന്നു, എന്റെ വാപ്പ നന്നാകുന്നില്ല, ഉപ്പയുടെ ദുസ്വഭാവങ്ങൾ മാറുന്നില്ല, എത്ര പറഞ്ഞാലും വാപ്പ മനസ്സിലാക്കുന്നില്ല ഉസ്താദെ, എന്റെ വാപ്പയൊന്ന് നന്നാകാൻ വേണ്ടി ഉസ്താദ് ദുആ ചെയ്യണം. സദസ്സിലിരിക്കുന്ന ചില പെണ്ണുങ്ങൾ പറയും, ഉസ്താദെ എന്റെ ഉമ്മ, പ്രായം ചെന്ന ഉമ്മയ്ക്ക് ഉമ്മ നിസ്കരിക്കുന്നില്ല, ഖുർആൻ ഓതുന്നില്ല, ദിക്റുകൾ പറയുന്നില്ല, നന്മകളൊന്നും ചെയ്യുന്നില്ല, ശാപമാണ്, പ്രാക്കാണ്, ചീത്തവിളിയാണ്, എന്തേ ഉസ്താദെ ഉമ്മ ഇങ്ങനെ ആയിപ്പോയേ? സാധാരണ പ്രായമാകുമ്പോ ഒരു മനുഷ്യൻ നന്നാകല്ലേ ചെയ്യാ, പക്ഷേ എന്റെ വാപ്പ നന്നാകുന്നില്ല, എന്റെ ഉമ്മ നന്നാകുന്നില്ല എന്ന് പരാതി പറയുന്ന മക്കൾ ഈ സദസ്സിലിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില മാതാപിതാക്കൾ പറയുന്ന, ഉസ്താദേ എന്റെ മകൻ 7ലാ 8ലാ 10ലാ +1 +2 ഉസ്താദേ അവൻ എന്നെ ആദരിക്കുന്നില്ല, അവൻ എന്നെ ബഹുമാനിക്കുന്നില്ല, ഉസ്താദേ എന്റെ പൊന്നുമോന് കള്ളു കുടിക്കുകയാണ്, അവന് കഞ്ചാബ് വലിക്കുകയാണ്, എത്ര പറഞ്ഞാലും അവൻ അനുസരിക്കുന്നില്ല ഉസ്താദേ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് എന്റെ പൊന്നുമകൻ ഇങ്ങനെ ആയി പോയത്? നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം ഞാൻ പറയാ. നിങ്ങളുടെ നാട്ടുകാരിയായ ഒരു പെൺകുട്ടി, 10-18 വയസ്സുള്ള ഒരു പെൺകുട്ടി, അതാ ഫേസ്ബുക്കിലൂടെ ഇൻസ്റ്റഗ്രാമിലൂടെ ഒരു അന്യപുരുഷനുമായി ഇഷ്ടപ്പെടുന്ന, ഒരു അന്യ ചെറുപ്പക്കാരനുമായി ഇഷ്ടപ്പെടുന്ന പ്രണയത്തിലാവുകയാണ്. ആ പ്രണയം ആ പെണ്ണിന്റെ തലയ്ക്ക് പിടിക്കുകയാണ്. അവസാനം ആ പെണ്ണ് വീട് വിട്ട് ആ ചെറുപ്പക്കാരന്റെ കൂടെ ഇറങ്ങി പോവുക.
പോകുകയാ. പടച്ചവനെ അവിടെ അവസാനം പിടിച്ചു ആ പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോ കൂടപ്പറപ്പുകൾക്ക് ദേഷ്യം വന്നു. സഹോദരിയാണ്, പെട്ടെന്ന് അടിക്കുകയാണ്. അടികൊണ്ട് തന്റെ പൊന്നാര മകള് വീടിനകത്ത് കിടന്ന് നിലവിളിക്കുമ്പോ 10 മാസം ഗർഭം ചുമന്നു മരണവേദനയുടെ വേദനയെന്നത് പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട മാതാവ് തന്റെ പൊന്നാര മകളെ അടിക്കുന്നത് കണ്ടപ്പോ ഓടി വന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു, എന്റെ പൊന്നുമോളെ തൊട്ടുപോകരുത്, എന്റെ മോളെ ഒരാള് മടിക്കരുത്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാതാവ് സ്വന്തം മകളുടെ ശരീരത്തിങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ആ ഉമ്മ പറയുന്നു, മോളെ ആ ചെറുപ്പക്കാരനെ നീ മറക്കണം മോളെ, അവന് മുസ്ലിം പോലുമല്ല, ഒരുപാട് ദുസ്വഭാവമുള്ളവനാണ്. അതുകൊണ്ട് ഉമ്മ പറയുന്നതനുസരിക്കണം മോളെ, നീ അവനെ മറക്കണമെന്നോ. അതാ 10 മാസം ഗർഭം ചുമന്നു മരണവേദനയുടെ വേദനയെന്നെന്ത് പ്രസവിച്ച മാതാവ് ആ 18കാരിയുടെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് യാചിക്കുകയാണ്. ഒരു മാറ്റമില്ല ചെറുപ്പക്കാരാ, ആ പെണ്ണ് ചലിക്കുന്നില്ലടോ. ഉമ്മ പരാജയപ്പെട്ടു പോവുകയാണ്. തന്റെ പൊന്നാര മകളെ വല്ലാതെ സ്നേഹിച്ച പ്രിയപ്പെട്ട മാതാപിതാ പിതാവ് തലതാട്ടി പിടിച്ചിട്ട് ആ 18കാരിയുടെ ചാരത്ത് വന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു, മോളെ ഇനി നാട്ടുകാരുടെ മുമ്പിൽ തല ഉയർത്തി നടക്കാൻ കഴിയില്ല, നാണക്കേടായി. കുടുംബസമേതം ഇത് ആത്മഹത്യ ചെയ്യലല്ലാതെ വേറെ വഴിയില്ല മോളെ. ഉപ്പ പറയുന്നതനുസരിക്കുമോളെ, അവളെ മറക്കണം, അവനെ മറക്കണമെന്ന് പിതാവ് തന്റെ പൊന്നാര മകളോട് പറയുകയാണ്. അവളുടെ തീരുമാനത്തിൽ മാറ്റമില്ല. കൂടപ്പറപ്പുകൾ പറഞ്ഞു നോക്കി, പടച്ചവനെ കൂട്ടുകാര് പറഞ്ഞു നോക്കി, കാരണവന്മാര് പറഞ്ഞു നോക്കി, അവസാനം മഹല്ല് കമ്മിറ്റി പറഞ്ഞു നോക്കി, അവസാനം അല്ലാഹുവിന്റെ പള്ളിയിലെ ഇമാമുണ്ടല്ലോ ആ പൊന്നുമോളോട് മരണവും ഖബറും നരകവും പരലോകവും അസ്റയും സിറാത്തുമല്ല, മോളെ ഈമാനില്ലാതെ മരിച്ചു പോകും പെണ്ണേ. ഉസ്താദ് സർവ്വതം പറഞ്ഞു കൊടുക്കുകയാണ്. ആ പെണ്ണിന്റെ തീരുമാനത്തിൽ മാറ്റമില്ലടോ. അവസാനം കേസ് കോടതിയിലെത്തി. കാമുകൻ കൊണ്ടുപോയി കേസ് കൊടുത്തു. അവസാനം കോടതിയിൽ വെച്ചുകൊണ്ട് ജഡ്ജി ചോദിക്കുകയാണ്, 18 കൊല്ലം പൂറ്റി വളർത്തിയ മാതാപിതാക്കളെ വേണോ, ഇന്നലെ കണ്ടവനെ മതിയോ എന്ന് ചോദിക്കുമ്പോ ആ 18കാരി പറയുന്നു, എനിക്ക് അവനെ മതി, അവന്റെ മതം മതി, എനിക്ക് ആ ചേട്ടനെ മതി എന്ന് പറഞ്ഞ് കാമുകന്റെ കൈപിടിച്ചുകൊണ്ട് ഒരു മാറ്റവുമില്ലാതെ ആ പൊന്നുമോള് കോടതിയുടെ വരാന്തയിലൂടെ നടന്നു പോകുമ്പോ പ്രിയപ്പെട്ട മാതാവ് നെഞ്ചു പൊട്ടിയിട്ട് കരയുന്നു, മോളെ എന്റെ പൊന്നുമോള് പോകല്ലേ, എന്റെ പൊന്നുമോള് പോകല്ലേ. ഉമ്മ കിടന്ന് നിലവിളിക്കുകയാണ്, വാപ്പ കിടന്ന് കരയുകയാണ്, കൂടപ്പറപ്പുകൾ കിടന്ന് കരയുകയാണ്. പക്ഷേ ആ പെൺകുട്ടി അതാ ഒരു പരിഗണനയും കൊടുക്കുന്നില്ല. ഇന്നലെ കണ്ടവന്റെ കൂടെ ഇറങ്ങി പോകുമ്പോ ആ ഉമ്മ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അല്ലാ എന്റെ പൊന്നുമോൾ ഇങ്ങനെയായിരുന്നില്ലല്ലോ, എന്റെ പൊന്നുമോൾ ഇങ്ങനെയായിരുന്നില്ലല്ലോ, എന്റെ മുഖമൊന്ന് വാടിയാ കരയുന്നവളായിരുന്നല്ലോ. പടച്ചവനെ എന്തു പറ്റി തമ്പുരാന്, അല്ലാഹുവേ എന്റെ ഉമ്മയുടെ എന്റെ മകളുടെ മനസ്സും ദേ ഇങ്ങനെ ആയി പോയത്. അതിന്റെ കാരണമാണോ പറയുന്നത്, അതിന്റെ കാരണമാണ് പറയുന്നത്. നിന്റെ വാപ്പയ്ക്ക് പ്രായമായിട്ട് നന്നാകാൻ പറ്റുന്നില്ല, പ്രായമായിട്ട് ഉമ്മയ്ക്ക് നന്നാകാൻ പറ്റുന്നില്ല. 15കാരൻ 18കാരൻ വാപ്പയെ തല്ലാൻ കൈവെക്കുകയാണ്, അവന് കഞ്ചാവടിക്കുകയാണ്, മയക്കുമരുന്ന് ഉപയോഗിക്കുകയാണ്. എന്തു പറ്റി പടച്ചവര്, എത്ര വയത് കേട്ടിട്ടും മാറ്റമില്ല, എത്ര ഉപദേശം കേട്ടിട്ടും മാറ്റമില്ല, എന്തൊക്കെ ചെയ്തിട്ടും മാറ്റമില്ല. അതിന്റെ കാരണമാണ് ഞാൻ പറയുന്നത്, അതിന്റെ കാരണമാണ് ഞാൻ പറയുന്നത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്. പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയുന്ന സഹോദരാ, അല്ലാഹു തരുന്ന ഒന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? വമൻ അദ്ലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബി ഫഅറള അൻഹാ വനസിയ മാ ഖദ്ദമത് യദാ.
അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വിടന്ന് പറയുകയാണ്. ഭയക്കണം ബാപ്പമാര്, ഭയക്കണം ചെറുപ്പക്കാര്. എന്റെ ഉമ്മയോട് പറയുകയാണ്, നീയൊക്കെ പേടിക്കണം പെങ്ങള്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ട് അത് ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയുന്നവര് നിനക്കല്ല തരുന്ന ഒന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? വഇൻ തദഊഹും ഇലൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദാ. സിറാജ് വെറുതെ പറയുന്നതല്ല, ഒരുപാട് ആലിമീങ്ങൾ ഇരിക്കുന്ന മജ്ലിസാണ്. അല്ലാഹുവിന്റെ ഖുർആനാണ് പറയുന്നത്. വഇൻ തദഊഹും ഇലൽ ഹുദാ വഇൻ തദഊഹും ഇലൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദാ. ഒരിക്കലും അവര് നന്നാകില്ലടോ, അവരൊരു കാലത്തും നന്നാകില്ല. എത്ര ഉപദേശിച്ചാലും നന്നാകില്ല. മരണമല്ല, ഖബറല്ല, നരകമല്ല, പരലോകമല്ല, മസ്സറയല്ല. ആ 18കാരിയോട് ഇനി ഉപദേശിക്കാൻ ആരാവുള്ളത്? ഉമ്മ കരയുകയാണ്, വാപ്പ കരയുകയാണ്, കൂടപ്പിറപ്പ് കരയുകയാണ്, കൂട്ടുകാര് കരയുകയാണ്. പടച്ചവനെ, കാരണവന്മാര്, കമ്മിറ്റിക്കാര്, പള്ളിയിലെ ഉസ്താദ് പോലും ആ പെണ്ണിനോട് പറഞ്ഞു, മോളെ നരകമുണ്ട്, ഖബറുണ്ട്, മരണമുണ്ട്, അല്ലാഹനെ മറന്നു നടക്കരുത്. ഒരു മാറ്റവുമില്ലടോ, ഒരു മാറ്റവുമില്ലടോ. അതിന്റെ കാരണം എന്തെന്നറിയുമോ? അല്ലാഹു പറയുകയാണ്, അവരുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഈമാനിന്റെ വെളിച്ചം കേറൂല. അവരുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഹിദായത്തിന്റെ വെളിച്ചം ഒരിക്കലും കേറൂല. കാരണം നീ പറയുന്നത് അവര് കേൾക്കുകയില്ല. എത്ര ഉപദേശിച്ചാലും കഞ്ചാവടിക്കുന്ന 18കാരനോട്, ആ 20കാരനോട് എന്തു പറഞ്ഞാലും അവന് കേൾക്കില്ല ബാപ്പാ. കാരണം എന്തെന്നറിയുമോ? വൈദ് ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ലിമ തുദൂനനി വഖദ് തഅലമൂന അന്നീ റസൂലുള്ളാഹ് إليكم فلما زاغوا أزاغ الله قلوبهم والله لا يهدي القوم الفاسقين. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, എത്ര ഉപദേശിച്ചാലും അവര് കേൾക്കില്ല. കാരണം അവരുടെ ചെവി അല്ലാഹു അടച്ചു വെച്ചിരിക്കുകയാണ്. അല്ലാഹു പറയുന്നു, ഫലമ്മാ സാഗു അസാ അല്ലാഹു ഖുലൂബഹും. അല്ലാഹു അവരുടെ ഹൃദയം അങ്ങ് അടച്ചു വെക്കും, അവരുടെ ചെവി അടച്ചു വെക്കും. അല്ലാഹു അവരുടെ ഹൃദയത്തിൽ സീല് വെക്കും. പിന്നെ നിന്നെ നന്നാക്കാൻ ആരെ കൊണ്ട് പറ്റും? അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടാ ചങ്ങാതി, എത്ര വഴുത് കേട്ടാലും നീ കേൾക്കണ്ടേ? നീ കേൾക്കൂല. കാരണം നിന്റെ ചെവി അല്ലാഹു അടച്ചു കളഞ്ഞു, നിന്റെ ഹൃദയം അല്ലാഹു സീല് വെച്ചു. നിന്റെ ഹൃദയത്തിനകത്തേക്ക് പിന്നെ ഒരു കാലത്തും വെളിച്ചം കേറൂല. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ടാ പരസ്പരം നീ ചിന്തിക്കുന്നില്ല, ഈ മനുഷ്യൻ എന്തേ നന്നാകാത്തെ? എടോ, റമളാൻ മാസം വരുമ്പോ റമളാനിന്റെ 1-ാമത്തെ ദിവസം തന്നെ ലോകത്തുള്ള സർവ്വ ശൈത്താന്മാരെയും മലക്കുകൾ പിടിച്ച് ചങ്ങലക്കിടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ലോകത്തുള്ള എല്ലാ ശൈത്താന്മാരെയും പിടിച്ച് ചങ്ങലക്കിടും. റമളാൻ മാസം തുടങ്ങിയാൽ തന്നെ ഇടൂല്ലേ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഇടുമോ ഇല്ലേ? എല്ലാ ശൈത്താനെയും പിടിച്ചിടുവോ? പറകാക്കന്മാരെ ഇടുവോ? എന്നിട്ടും ചിലത് വീടിയും വലിച്ച് മുണ്ടും മടക്കി കുത്തി നോമ്പും പിടിക്കാതെ നിസ്കരിക്കാതെ നടക്കുന്നില്ലേ? അപ്പൊ ഇവന്റെ ശരീരത്ത് കൂടിയ ശൈത്താൻ ഏതാ? എടാ, ആ റമളാൻ മാസത്തിൽ പോലും നോമ്പ് പിടിക്കാതെ നടക്കുന്നവനില്ലേ, അവൻ എന്ത് പള്ളി, എന്ത് പട്ടം. ഇതാ ഞാൻ പറഞ്ഞേ, നീ ചിന്തിക്കുന്ന എന്താ ഇവൻ നന്നാകാത്തെന്ന്. അല്ലാഹ് അവനെ എഴുതി തെള്ളി വാപ്പാ. ഇനി അവനെ നന്നാക്കാൻ ആരെ കൊണ്ടും പറ്റൂല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾ വിചാരിച്ചു ഉസ്താദന്മാര് ഖുർആൻ ഓതുന്നത് പിരിക്കാനാണെന്ന് വിചാരിച്ചോ? എടാ, ഖുർആൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കുള്ളതെന്ന് വിചാരിച്ചു. ഞങ്ങൾക്കൊന്നുമല്ല. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ എല്ലാവർക്കും ഉള്ളത്. അത് കളിക്കാനുള്ളതല്ല. നിന്റെ വീട്ടിൽ അത്ത മരിക്കുമ്പോ അമ്മ മരിക്കുമ്പോ എടുത്തു വെച്ച് ഓതാനുള്ള ഗ്രന്ഥമൊന്നുമല്ലത്. അതിനൊരു സ്ഥാനമുണ്ട്, ഒരു ബഹുമാനമുണ്ട്, ഒരു ആദരവുണ്ട്. ആ ഖുർആനിന് നാളെ മനുഷ്യനെ സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള അവകാശം അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ആ പരിശുദ്ധമായ ഖുർആൻ ഓതുമ്പോ നീ പാട്ട് കേൾക്കുന്നത് പോലെ കേൾക്കരുത്. നീ അതിനെ പരിഗണിക്കണം, അതിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കണം, അതിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കണം. ആ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാക്കി നിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ നീ തയ്യാറാകണം.
ഈ 3 ദിവസം എത്രയോ ഉസ്താദന്മാര് നാളെ റസാഖ് അബറാരി ഉസ്താദ് നൗഷാദ് വാക്കബിയൊക്കെ ഇവിടെ വന്ന് വഅദ് പറഞ്ഞിട്ട് ഖുർആനിന്റെ ആയത്ത് ഓതി തരുന്നത് നിന്നെ സുഖിപ്പിക്കാനല്ല. ആ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ തറക്കേണ്ടത് നിന്റെ ഹൃദയത്തിന്റെ അകത്താണ്. അത്രത്തോളം വ്യാപ്തിയുണ്ടോ, അത്രത്തോളം ആശയമുണ്ടോ, അത് അല്ലാഹുവിന്റെ കലാമാ ചെറുപ്പക്കാരാ. തങ്ങളെ അത് വിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്. ആ കലാമിനെ നീ പരിഗണിക്കാതെ വന്നാൽ, ആ കലാമിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാതെ വന്നാൽ അല്ലാഹു വെറുതെ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എഴുതി തള്ളുമടാ ചെറുപ്പക്കാരാ, എഴുതി തള്ളും പെങ്ങള്. വേണ്ട എന്ന് പറഞ്ഞ അല്ലാഹു നിന്നെ എഴുതി തള്ളുകയാണ്. നിന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് പിന്നെ ഒരിക്കലും ഹിദായത്തിന്റെ വെളിച്ചം കേറൂല. വൈന തദഊഹും ഇലൽ ഹുദാ ഫലയഹ്തദൂ ഇദൻ അബദാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വിടുന്ന് പറയുകയാ. അതുകൊണ്ട് പടച്ചവനെ, നമ്മുടെ കൂട്ടത്തിൽ പലരും ഇങ്ങനെ നടക്കാറുണ്ട്. നന്നാകത്തില്ലടോ. എന്തു പറ്റി പടച്ചവര്? എന്റെ ഭർത്താവ് നന്നാകുന്നില്ലല്ലോ, എന്റെ ഭാര്യ നന്നാകുന്നില്ലല്ലോ, എന്റെ മകള് നന്നാകുന്നില്ലല്ലോ. അതിന്റെ കാരണമാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് ഭയക്കണം ചെറുപ്പക്കാരാ. ഇനിയെങ്കിലും ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുമ്പോ അതിന് കൊടുക്കേണ്ട പരിഗണന കൊടുക്കണേ, അതിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കണേ. വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ ശിക്ഷ എന്താണ്? രണ്ടാമത്തെ ശിക്ഷ എന്താണ്? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിന് കൊടുക്കേണ്ട പരിഗണന കൊടുക്കാതെ വന്ന അല്ലാഹു കൊടുക്കുന്ന രണ്ടാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? വമൻ അളിമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബി സുമ്മ അറള അൻഹാ ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഓതിയിട്ട് നീ ചെറുപ്പക്കാരാ നിസ്കരിക്കണേ, ഖുർആൻ ഓതണേ, ദിക്റുകൾ പറയണേ. മോനെ നല്ലതുപോലെ ഔറത്ത് മറച്ചുകൊണ്ട് നടക്കണേ. പെങ്ങളെ തലമറക്കണേ. മോളെ നിന്റെ ഒരു മുടി പോലും പുറത്ത് കാണാൻ പാടില്ല, നിന്റെ ശബ്ദം പോലും ഔറത്താണ് എന്ന് ഉസ്താദന്മാര് പറയുകയാണ്. ചെറുപ്പക്കാരോട് പറയുന്നു, മക്കളെ നിസ്കരിക്കണേ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കണേ. എടാ ഔറത്ത് തുറന്നു കിട്ടുകൊണ്ട് നടക്കരുത്, കള്ളു കുടിക്കരുത്, വ്യഭിചരിക്കരുത്. എടാ നരകമുണ്ടടാ. അല്ലാഹു ഭയാനകമായ നരകമൊരുക്കി വെച്ചിട്ടുണ്ടെന്ന് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ചെറുപ്പക്കാരോട് പറഞ്ഞാൽ അവർക്ക് ബുദ്ധി കൂടി പോയടോ സഹോദരാ. ഇന്നത്തെ ചെറുപ്പക്കാർക്ക് വല്ലാത്ത ബുദ്ധിയാണ്. അവര് ചോദിക്കുന്നു, ഉസ്താദ് ഇതൊക്കെ വിവരമില്ലാത്തവരോട് ചെന്ന് പറ, ഉസ്താദേ നരകമിരിക്കുന്നത് എവിടെയാണ്? നിങ്ങൾ പറയുന്നത് നരകത്തെ അല്ലാഹു സൃഷ്ടിച്ചെന്നാണ്. ആകാശത്തിലാണോ, അതോ ഭൂമിയിലാണോ, അതോ ഭൂമിയുടെ അടിയിലാണോ, അതോ കടലിനടിയിലാണോ? എവിടെയാ ഉസ്താദന്മാരെ നരകമിരിക്കുന്നത്? ഞങ്ങൾ പറഞ്ഞു തരുമ്പോ നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലടോ. വീട്ടിൽ കാണുന്ന തീയ് നരകത്തിലെ തീയുടെ 70% പറയുമ്പോ വിശ്വസിക്കാൻ മടിയുള്ള പെങ്ങളെ, ഞങ്ങൾ പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ചെറുപ്പക്കാരാ, കണ്ണുകൊണ്ട് കണ്ടാ വിശ്വസിക്കുമോ മോനെ? പെങ്ങളെ നരകത്തെ നിന്റെ കണ്ണുകൊണ്ട് കണ്ടാ വിശ്വസിക്കുമോ മോളെ? എങ്കിൽ വരുമടി പൊന്നുമോള്, നിന്റെ കണ്ണിന്റെ മുമ്പിലേക്ക് നരകത്തെ കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട്. കാണുമടാ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ഭയാനകമായ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ. ആ നരകത്തെ നിന്റെയൊക്കെ കണ്ണുകൊണ്ട് കാണുന്ന ഒരു ദിവസമുണ്ട്. എപ്പോഴാണെന്നറിയുമോ? ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിന് രണ്ടാമത് മോതുമ്പോ പള്ളിപ്പറമ്പിലെ ഖബറിനകത്ത് നിന്ന് നീയൊക്കെ എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർ, ഇടഞ്ഞു വരുന്നവർ, മുഖത്തു മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, മുഖത്തുമനയോളം വലിപ്പമുള്ള വയറ് വലിച്ചു കൊണ്ടുവരുന്നവർ, മലദ്വാരത്ത് കൊടികുത്തി വെച്ച് വരുന്നവർ, ഇതുപോലെ ഞാനും നിങ്ങളും ഉടുത്തു
തുണിയില്ലാതെ പേടിച്ച് വിറച്ചവരെ പോലെ പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് പള്ളിപ്പറമ്പിലെ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടടാ ചെറുപ്പക്കാരാ. അന്ന് ഉടുതുണിയില്ലടാ. നിന്റെ ഉമ്മ എങ്ങനെയാണോ നിന്നെ പ്രസവിച്ചിട്ടത് അതുപോലെയാണ് നീ കടന്നു വരുന്നത്. ആ ചെമ്പിന്റെ തറയില് അല്ലാഹു ഈ ഭൂമിയെ മുഴുവനും പരത്തുമടാ ചെറുപ്പക്കാരാ. ആ ചെമ്പിന്റെ തറയില് ചെരുപ്പില്ലാതെ വസ്ത്രമില്ലാതെ പേടിച്ച് വിറച്ചവരെ പോലെ നമ്മൾ നിൽക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് തലയുടെ ഒരു ചാണ് മുകളിലാ. അന്ന് തലയുടെ ഒരു ചാണ് മുകളിലാ. ശരീരം വിയർക്കുന്നല്ലോ. വല്ലാത്ത ചൂടാവുസ്താദ്, വല്ലാത്ത ചൂടാവുസ്താദ്. 15 കോടി 15 ലക്ഷം കിലോമീറ്റർ മുകളിലാണ് സൂര്യൻ നിൽക്കുന്നത്. ആ സൂര്യൻ അസ്തമിച്ചിട്ട് 10 കഴിഞ്ഞു. ഇപ്പോഴും നിനക്ക് ചൂടാ. എങ്ങനെ ചെറുപ്പക്കാരാ, ചൂടുള്ള നാളുണ്ടേ കിയാമം നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂളാ. വൻദോഷ വണ്ടിയോ മായി വരുന്നേ കാളാ. ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഈളാ. സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല ദങ്ങു ചെന്ന കോള. നീ ചോറ് വെക്കുന്നവളാ, ചോറ് വെക്കുന്നവളാ. ആ ചോറ് കളന്ന് തിളയ്ക്കുമല്ലോ. ആ കലത്തിനകത്ത് കിടന്നിട്ട് ചോറിങ്ങനെ തിളച്ചിട്ട് പാത്രത്തിന്റെ മുകളിലൂടെ കവിഞ്ഞു പോകുന്നത് പോലെ നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറ്, നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ, അത് തിളച്ചിട്ട് ഒഴുകുന്ന ദിവസമാണ് മുസറ. അന്ന് നിന്റെ മുഖത്തുകൂടെ തലച്ചോറ് ഒഴുകുന്ന ദിവസം. ആ ചെമ്മിന്റെ തറയിൽ പേടിച്ച് വിറച്ചു നിൽക്കുകയാണ്. യാ വൈലതാ എന്റെ നാശമേ, എന്റെ നാശമേ എന്ന് നിലവിളിക്കുന്ന ദിവസം.